ഗൈസ്. അങ്ങനെ ഷേപ്പ് പോസ്റ്റുണ്ടോ ലേക്കിലേക്കുള്ള ട്രെക്കിംഗ് തുടങ്ങാനുള്ള സ്ഥലത്തെത്തി. നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് പെർമിറ്റ് എടുക്കണം. കുറച്ച് നടന്ന് പോയിട്ട് പെർമിറ്റ് എടുക്കാണ്ട് അതിനുള്ള പരിപാടി വെക്കുകയാണ്. ഫുൾ സാധനം ഇതൊക്കെ ആയിട്ട് എല്ലാവരും ലോഡായിട്ടുണ്ട്. ഈ വെയിറ്റ് ആയിട്ട് ഇനി എത്ര കുറച്ച് അത്യാവശ്യം ഉണ്ടല്ലേ, ഇനി 2-3 ദിവസം എടുത്തിട്ടേക്ക് മുകളിലെത്തുക. പോണ വഴി കാണിച്ചു കൊടുക്കും. ഇതാണ് പോണ വഴി. കേക്കേന് പെർമിഷൻ എടുക്കേണ്ട ഓഫീസാണ് അപ്പുറം. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് കേക്കേന് എതിർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെർമിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കാണാം. എടാ നോക്കടാ കേക്ക്. എങ്ങനെയാണ് മാപ്പ് എങ്ങനെയാ? ഇതങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഇവിടെ അല്ലത്, നമ്മൾ ഇവിടുന്ന് ഇവിടേക്ക് കയറി അന്ന് അവിടെ സ്റ്റേ. ഇന്ന് ചെപ്കേലല്ലേ സ്റ്റേ? നമ്മൾ നാളെ രാവിലെ സെറ്റ്. ഇതാണ് അപ്പൊ ലേക്ക്. നടന്ന് തളർന്നിട്ടുണ്ട്. നിതാൽ തുടങ്ങിയിട്ട് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടില്ല. എത്ര കിലോമീറ്റർ ബാക്കി? ഇത് റാണിയാണോ? കുതിരല്ലോ ഇത്. കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ID കൊടുക്കുക, കാണിച്ചു കൊടുക്കുന്നു. 1500 കൊടുക്കുന്നു, പാസ് കിട്ടുന്നു, നാഷണൽ പാർക്കിലോട്ട് എൻ്റർ ചെയ്യുന്നു. കൊടുത്തു പാസ് മില, നിതാൽജി കോ ഭി മില. 1500 കൊടുത്ത് പാസ് എടുത്തു. ഇനി കേറ് തന്നെ അങ്ങോട്ട്. കേറൽ നിൽക്കാത്ത കേറൽ. എല്ലായിടത്തും ഒന്നിച്ച് വെക്കുക. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. പാസ് കിട്ടി. ഒരാളും കൂടി ഉണ്ട്. എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്തീ പറഞ്ഞ്? എൻ്റെ പേരെന്തീ പറഞ്ഞ? ടോബിയോ? ആര്? ട്രക്കിൽ നമ്മളൊപ്പം തന്നെ ഉണ്ടാവില്ലേ? പിന്നെ കൂടെ ഉണ്ടാവും അല്ലേ? സിറ്റൊന്നും പഠിപ്പിച്ചില്ല. നേപ്പാളിൽ പറയും സിറ്റ്. എടാ ഹിന്ദിയിലെങ്കിലും പറയടാ. എടാ അത് അറബി. ഉട്ടോ ഇനിക്കാൻ അല്ല ഇരിക്കാനെന്നേ പറയാ ഇന്ത്യയില്. ഇതാലെ വിളിക്ക്. എടാ ശരിക്കും ഇനി ഇറങ്ങൂട്ടോ, പൈസ കൊടുക്കേണ്ടി വരേ. ടോബിക്ക് ആ തായ്ബാമ ഒന്ന് മണിപ്പിച്ചു കൊടുക്ക്. മൂക്കൊക്കെ ഒന്ന് തുറക്കട്ടെ. ഹലോ, ഒറ്റക്ക് പോണേ. ഏയ് ഡ്രൈവർ എവിടാ? ഇതാലും കേക്കൊന്നും ഇങ്ങോട്ട് എത്തണില്ലല്ലോ. ടു സ്ലോ ഗൈസ്. കുറച്ചങ്ങോട്ട് നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് മനസ്സിലായത് പോള് വാങ്ങിനു. പോളിന്റെ ഭാരം കൂടി താങ്ങിയിട്ടാണ് നടക്കണത്. പോളെടുത്ത് കുത്തിയിട്ടുണ്ട്. ഇനി നടന്നോക്കട്ടെ എന്താ അവസ്ഥ. എങ്ങനെയുണ്ട് നിതാലേ? എന്റെ പൊന്നളിയാ. 1 കിലോമീറ്റർ എങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 3 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് റെസ്റ്റ് എടുക്കേണ്ടേ വില്ലേജിലേക്ക്. കാരണം നമ്മൾ
എത്താൻ കുറച്ച് ലേറ്റായി. രാവിലെ തുടങ്ങേണ്ട ട്രക്ക് ഉച്ചക്ക് 3 മണിക്കാണ് തുടങ്ങി. അപ്പോൾ വിചാരിച്ച ഏത് വില്ലേജിലാണ് നമ്മൾ എത്തേണ്ടത് അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വേറൊരു വില്ലേജിലാണ് ഇന്ന് സ്റ്റേ തങ്ങാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് നാളെ പ്രോപ്പറായിട്ട് മോർണിംഗ് തുടങ്ങും. വന്ന കിലോമീറ്റർ തിരിച്ച് നടത്തിക്കുന്നതാണ് ഈ കണ്ണട ഇവിടെ എവിടെ പോക്കിന്ന്. ഞാൻ പോയി തപ്പണം പോലും. എന്താ ചെയ്യ. ഇതാലേ 100 മീറ്റർ നടന്നിട്ട് കിട്ടിയില്ല, ഞാൻ പോവേ. ഉറപ്പാ ഇവിടെ ഇല്ലടാ. ഇതിൽ കണ്ണട കിട്ടി. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വരൂല കേട്ടോ എൻ്റെ ഒപ്പം തിരിച്ച്. എൻ്റെ പൊന്നാളിയ. അയ്യോ, ഞാൻ വിചാരിച്ച് ഫുള്ള് നടക്കേണ്ടി വരും എനിക്കിന്ന്. ഭാഗ്യത്തിന് കിട്ടി. ഓരോ ഉപകാരങ്ങളെ. മറ്റേതിലിട്ടോ സെറ്റ്. ലെറ്റ്സ് കണ്ടിന്യൂ. വേറെ സാധനം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ട്രെയിനിൽ വന്നാൽ സാധാരണ ഫുള്ള് ആരെങ്കിലൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ നമ്മൾ പോകുന്ന റൂട്ടിൽ മൊത്തം ഫുള്ള് ആകെ ആൾക്കാരെ അലമ്പ്. ഇതെന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉള്ളൂ. എங்கே പാത്താലും നമ്മൾ തന്നെ. പിന്നെ ഇവിടുത്തെ കുറേ ലോക്കൽസും ഓരവരെ ഗുഡ്സായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഭയങ്കര കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാമ്. നമ്മളെ സൗകര്യത്തിന് ഇങ്ങനെ നടന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതുമല്ല, പോകുന്നതിനനുസരിച്ച് സംഗതി ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് വരിക. ഉണ്ടോ? മിതാൽജിയൊക്കെ വരുന്നുണ്ട്. 2 കിലോമീറ്റർ കഴിഞ്ഞു. Yes guys, we made it 3 kilometers. ഈ ട്രയലിൽ ആൾക്കാർ കുറവുള്ളതിനെ പറ്റി എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽസ് നമ്മളും ഉള്ളൂ ഇവിടെ. ഓ, വല്ലാത്തൊരു സീനാട്ടോ. മറ്റേത് പറയുന്നത് കേട്ടാൽ പ്രശ്നം വെച്ചാൽ ഈ മോളിന്ന് കല്ലുകൾ വീഴും. അത് വേണ്ട, ഡാർക്ക് അടിക്കണ്ട. അതെല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഉണ്ടാവും അതിൻ്റെതായ പ്രശ്നങ്ങൾ. അങ്ങനെ ആയിക്കോട്ടെ. ചെറുതായിട്ട് സീനാവുണ്ടോ സംശയം. വലിയ സീനില്ല. എന്താ ഒരു കടന്നോട്. നദീർ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, അതേപോലെ ബാക്കി 3 ആളും ബാക്കിലുണ്ട്. ഞാനിങ്ങനെ മിഡിലായിട്ട് ഇങ്ങനെ നദീറിനെ ഫോളോ ചെയ്ത് പോവാണ്. ഓരോരുത്തർ ഓരോ പേസിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നടക്കണേ. നാളെ മുതൽ എല്ലാവരും ഒരു പേസിലാവുമെന്ന് വിചാരിക്കണം. ആസ് ഫാർ ഓൾ ഗുഡ്. എങ്ങനെയുണ്ട് ട്രയൽ? എങ്ങനെയുണ്ട്? നേരത്തെ ഉണ്ടായിരുന്ന ട്രയൽ അല്ലല്ലോ ഇപ്പോൾ ഇത്രയും നേരമായിട്ട്. അധികം ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളും നേരത്തെ പോകുമ്പോൾ 2 ആൾക്കാർ കണ്ട്.
ഇതാണ് ഇപ്പോഴത്തെ ആര് വെച്ചിട്ട് ഇരിക്കും ഈ ഫുൾ പവർ എടുത്ത് നീക്കല്ലേ ബാഗിനെ ചാരിയൊക്കെ പറ്റുന്നത് പിന്നെന്താ എലിവേഷൻസിലൊക്കെ നിദാൽ ഭായ് കമോൺ. നിദാല് അടാ ഇവിടെ ഒരു സ്ലൈഡാണ് നീനട്ടാ. ഇവിടെ കൊറേ ഷൂട്ടിംഗ് റോക്സ് വീണ്. ഇങ്ങണ്ട് നടക്കൂല, എത്തൂല നമ്മള്. എത്തിച്ചേ പറ്റൂ. അതാണല്ലോ നമ്മളെ ചാലഞ്ച്. യാ സൂറ. ബാക്കിയുള്ളവർ വരുന്നുണ്ട്. അതുവരെ നല്ലൊരു സ്പോട്ട് ഉണ്ട്. അപ്പം റെസ്റ്റ് ടൈം. ഏത് കളി That is the route we need to go. ആ കാണുന്നതാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റേ അടിക്കാന്ന് പറഞ്ഞ ഗാവ് വില്ലേജിലെത്തി. ഇന്ന് അവിടെ സ്റ്റേ അടിച്ച് നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് നമ്മൾ അടുത്ത വില്ലേജിലോട്ട് പിടിക്കാമെന്നാണ് പ്ലാൻ. ഇന്നൊന്ന് അവിടെ പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ നല്ലോണം പോലെ കഴിച്ച് കിടന്ന് തുടങ്ങി നാളെ രാവിലെ എണീച്ച് സെറ്റാക്കണം. ഇതാണപ്പോൾ ഫസ്റ്റ് കയറി നോക്കുന്ന സുനിത ഹോട്ടൽ ആൻഡ് ലോഡ്ജ്. ഇവിടെ റൂം സെറ്റാകുമെന്ന് കരുതുന്നു. കണ്ടിട്ട് കുഴപ്പമില്ല, സെറ്റപ്പാണ്, ക്ലീൻ. അവിടെ ഇല്ല ഗൈസ് റൂം. അപ്പുറത്തെ പ്രോപ്പർട്ടിയിൽ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കാം. ആരാ കോനെ? രാജു ഭായ്. ഇതർ ദേക്കോ. എന്ത് പറ്റി ഇതാലേ? കാഫ് മസിൽ കയറി സൈഡായി. നമ്മൾ റൂമൊക്കെ നോക്കി ഇങ്ങനെ വരേനു. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് റൂം ഡീൽ ചെയ്യുന്നതിനിടയിൽ ഒരാൾ ഇവിടെ സീനായി. ഇപ്പം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ് എടുത്താൽ നാളെ രാവിലെ സൂപ്പറാക്കുക. പ്രോപ്പർ റെസ്റ്റ്. റൂം എവിടാ? മോളത്തെ ഹട്ടിലേക്ക് പോവല്ലേ? മോളിലൊരു ബഡ്ജറ്റ് ഹട്ട് ഉണ്ട് എന്നാ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാ. അല്ലെങ്കിൽ ഇവിടെ ഒരു ഫണ്ട് പൊട്ടിക്കേണ്ടി വരും. അതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയ ഹട്ട്. ഇവിടെ അക്ക സെറ്റാക്കുന്നുണ്ട്. ഇവിടെയായിരിക്കും ഇന്നത്തെ ഒരു പറക്കൽ. കിടിലൻ മാഗി ഈസ് റെഡി. निदाल जी साइड हो गया गाइस. मैगी बन रहा है निदाल जी को. मैगी അടിച്ചാ സെറ്റ് ആവും നിദാലെ. മുപ്പത്തി ചോറും ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരം. ഇന്ന് രാത്രിത്തോടെ റെഡിയാവും. ഇങ്ങണ്ട് മാഗി ഇങ്ങണ്ട് സെറ്റപ്പ് നോക്ക്. നേരെ ബെഡ് വിട്, കിച്ചണ് വിട്. ബിസ്ക്കറ്റ് വിടി ചക്കന്. നമുക്ക് മാത്രം 3
എന്ത് കിട്ടിയാലും പോലെ ബിരിയാണിയോ നാട്ടിലായിരുന്നു ബ്ലിങ്കിറ്റ് അതല്ല എന്തിന്റെ കേടായിരുന്നു. ഇതാലേ എന്നാ പിന്നെ നാളെ മുതൽ പുതിയൊരു ദിവസം തുടങ്ങാല്ലേ. ഞാനും ഉറങ്ങാണ്, നിങ്ങൾ ഗുഡ് നൈറ്റ്.